ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനുമായിട്ട്. ദൈവമാണ് നമുക്കൊരു പുതിയ ദിവസം നൽകുന്നത്. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമ്മെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും മനസ്സ് പുതുക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നു. അതിനായി കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. സ്ഥിരതയില്ലാത്ത നമ്മുടെ പല സ്വഭാവങ്ങളെയും സ്ഥിരതയുള്ളതാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അപ്പോൾ വചനം നമ്മൾ കേൾക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുമ്പോൾ സ്ഥിരതയില്ലാതെ ഇരിക്കുന്ന നമ്മളുടെ മനസ്സിനെ ആ വചനത്തിൽ സ്ഥിരപ്പെടുത്തുവാനായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയും അങ്ങനെ നമ്മൾ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി സ്ഥിരതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളിത് കേട്ട് പലർക്കും ആ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്ന കാര്യത്തോട് പോലും പലർക്കും താല്പര്യമില്ലാത്ത ഒരു അനുഭവത്തിലാണ് ലോകമായിരിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അധികം ജാഗ്രതയോടുകൂടെ ഒരുങ്ങുവാൻ, വ്യസനത്തിലുള്ള മാർഗ്ഗം നമ്മളിൽ ഉണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടപ്പാൻ. കാരണം നമ്മൾ ചേർപ്പാൻ വരുന്നത് വിശുദ്ധനായ, തേജസ്സുള്ള, പരിശുദ്ധനായ ഒരു ദൈവമാണ്. നീതി സൂര്യനായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പിന്നെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ഇതാകുന്ന സുപ്രസാദ സമയം, ഇതാണ് രക്ഷാദിവസം. നമുക്ക് നൽകി തരുന്ന സമയങ്ങൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഒക്കെ നമ്മൾ തക്കത്തിൽ വിനിയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ദൈവ തേജസ്, ദൈവിക വിശുദ്ധി പ്രാപിക്കുവാനായിട്ട്. അപ്പോൾ അതിന് ആഗ്രഹമുള്ള ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇത് നൽകുന്നില്ല. കാരണം വേറെ പങ്കാളുകൾ തൻ്റെ മനസ്സിനൊത്തവണ്ണം തന്നെയാണ് വിശ്വാസത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസി അഥവാ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും മനസ്സ് പുതുക്കുവാനുള്ള വിവിധ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. നമ്മുടെ വ്യക്തി ജീവിതത്തിലും, കുടുംബജീവിതത്തിലും, ജോലി മേഖലയിലൊക്കെ ഇങ്ങനെ വിവിധമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. കാരണം വചനം വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുന്ന എബ്രായ ലേഖനത്തിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ വ്യക്തിബന്ധങ്ങളിലും നമ്മളുടെ കൂട്ടായ്മകളിൽ, അതുപോലെ നമ്മളുടെ യാത്രകളിൽ, സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഓരോ വ്യക്തികളായിട്ടുള്ള ബന്ധങ്ങളിൽ സമാധാനം ആചരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരുന്നത്. അവിടെയാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ജഡിക മനുഷ്യൻ വെളിപ്പെടുന്നത്. നമ്മളുള്ള കയ്പാണെങ്കിൽ കയ്പ്, പക, ദേഷ്യം, കോപം, ക്രോധം, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള ജഡിക മനുഷ്യൻ വ്യക്തികളോടുള്ള ബന്ധത്തിൽ സാഹചര്യങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളുടെ മനസ്സിനെ പുതുക്കുവാൻ, മാനസാന്തരപ്പെടുവാനായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക്, സ്വയത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കർത്താവ് ഇതിൻ്റെ കൃപ എൻ്റെ മേൽ പകർന്ന് കർത്താവ് ഈ മേഖലയിൽ എന്നെ മാനസാന്തരപ്പെടുവാൻ എന്നെ സഹായിക്കണം, ദിവ്യ സ്വരൂപത്തോട് എന്നെ അനുരൂപമാക്കണം, സാഹചര്യങ്ങളെ തക്കത്തിൽ വിനിയോഗിക്കാൻ എന്നെ സഹായിക്കണം, എൻ്റെ സ്വയനീതി, ഞാനെന്ന ഭാവവും ഈഗോയും എല്ലാം നീക്കിക്കളയണം എന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ഓരോ സാഹചര്യങ്ങളും നമ്മളെ ദൈവഹിതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരും. സ്ഥിരതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി നമ്മളെ മാറ്റും. പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിരതയാണ്. ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് സ്ഥിരതയല്ലേ. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു വാക്ക് പലപ്പോഴും നമ്മൾ വരുന്നില്ല, പ്രവൃത്തി വരുന്നില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തുവാ? സ്ഥിരതയില്ലാത്ത ഹൃദയങ്ങളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്ഥിരതയുള്ള, യേശു നമുക്കത് കാണിച്ചു തന്നു. സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ ലോകം വിട്ട് തനിക്ക് പോകുവാനുള്ള സമയം അടുത്തു എന്ന് അവൻ അറിഞ്ഞിട്ട്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. നമുക്കത് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യം, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഇതാണ് സ്ഥിരത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാത്ത ഒന്നാണ്. നമുക്ക് എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമുക്കിഷ്ടമല്ലാത്ത ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. തന്നെ തള്ളിപ്പറഞ്ഞ സഹോദരങ്ങളെ, സ്വന്തം സഹോദരങ്ങളെ, തന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദായെ, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ, അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരെയും കർത്താവ് സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. അവസാനം തന്നെ പിടിക്കുവാനുള്ള സമയം
യൂദായും പടയാളികളൊക്കെ കൂടെ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു നസ്രായന യേശുവിനെ. അത് ഞാൻ തന്നെയാകുന്നു. അങ്ങനെയെങ്കിൽ ഇവരെല്ലാവരും പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കാതെ അവരോട് നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കാണുന്നത്. അപ്പോൾ എന്തിനതൊക്കെ കാണിച്ചിരുന്നത്? നമ്മളിലും ഈ ദൈവിക സ്വരൂപം, ദൈവ സ്നേഹം, ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മളിലും നിറഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓരോ വചനത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ ദീർഘക്ഷമ, കർത്താവിൻ്റെ നീതി, ഇതെല്ലാം നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5:48 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനാണ്, അല്ലേ? സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകണം. അപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണപൂർണ്ണത എന്താണെന്ന് ലോകത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ പുത്രൻ അത് തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി. അപ്പോൾ പുത്രൻ വെളിപ്പെടുത്തിയെങ്കിൽ പുത്രനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പുത്രനെ ശ്രദ്ധിച്ചു നോക്കണം. പുത്രനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചു നോക്കിയെങ്കിൽ മാത്രമേ എന്നിലുള്ള കുറവുകൾ എന്നാണ് മനസ്സിലാവുന്നത്. ശ്രദ്ധിച്ചു നോക്കാത്ത ഒരു വ്യക്തിക്കും നമ്മളിലുള്ള കുറവ് എന്താണെന്ന് മനസ്സിലാവത്തില്ല. കാരണം രൂപാന്തരപ്പെടാത്ത നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വയത്തിൽ ഒത്തിരി നല്ല സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ആ നല്ല സ്വഭാവങ്ങളൊക്കെ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പുത്രനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് നമ്മളിലുള്ള സ്നേഹം അത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹമല്ല. നമ്മളിലുള്ള നീതി അത് യഥാർത്ഥ ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണമുള്ള നീതിയല്ല. നമ്മളിലുള്ള ഓരോ സ്വഭാവങ്ങളും ദൈവത്തിൻ്റെ ആ ഹിതത്തിനൊത്തവണ്ണം ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുത്രനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ്. അതുകൊണ്ട് പറയുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഓരോ സാഹചര്യ നടുവിലും പുത്രൻ എങ്ങനെയായിരുന്നു ഈ സാഹചര്യ നടുവിൽ ഇടപെട്ടത്, ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ആഗ്രഹമുള്ള ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മളോട് അടുത്തിരിക്കുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്നൊക്കെ ദൈവജനം പറയുമ്പോൾ ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ഈ സമയം തക്കത്തിൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരിക്കലും പോകണ്ട. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലാണ് കർത്താവ് ഓരോ ദൈവമക്കളെയും പണിത് ഒരുക്കി പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുന്നത്. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നമ്മളെ ഓരോ സാഹചര്യം നടുവിൽ എന്നിലൂടെ യേശു വെളിപ്പെടണം, എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചിയിരുത്തുന്ന കൃപയോടുകൂടിയതായിരിക്കണം, എൻ്റെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കണം, എൻ്റെ കാഴ്ചകളും കേൾവികളും ബന്ധങ്ങളുമൊക്കെ കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. കാരണം ഇന്ന് നമ്മളിൽ കൂടി ക്രിസ്തുവിൻ്റെ സൗരഭ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം, അല്ലേ? അതുകൊണ്ടാണ് ദൈവജനം പറഞ്ഞത് നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നും വരരുത് എന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യാക്കോബ് എഴുതിയ ലേഖനത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രാരംഭമായി പറഞ്ഞ വാക്കുകളിൽ പറഞ്ഞൊരു വചനത്തെ ആണ് നമ്മളിന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് കേൾക്കാനായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധന ഒരു വ്യക്തിയിൽ എന്തുളവാക്കും? സ്ഥിരത ഉളവാക്കും. സ്ഥിരതയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറണം. മനസ്സിലായോ? ദൈവജനം പറയുന്നുണ്ട്, ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം നമ്മൾ സകലത്തിലും വളർന്നു വരണം. അതാണ് ഈ സ്ഥിരത എന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ വേരൂന്നി ഉറപ്പുള്ളവരായിത്തീരുന്നത്, സ്ഥിരതയുള്ളവരായിത്തീരുന്നത്. മനസ്സിലായി? നമ്മൾ ചില വൃക്ഷങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഴത്തിലോട്ട് വേരൂന്നി ഉറപ്പുള്ള വൃക്ഷം. അത് കാറ്റടിച്ചാലോ എന്തു വന്നാലും അതൊന്നും ഒരു അനക്കം തട്ടാതെ നിൽക്കുന്നത് അത് വേര് ആഴങ്ങളിലേക്ക് ഊന്നിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി വളരുമ്പോൾ ഓരോരോ വചനത്തിൻ്റെ അനുസരണം നമ്മളിൽ സ്ഥിരത ഉണ്ടാക്കും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞു അത് അശേഷം സന്തോഷം എന്നെഴുതുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഒരു വ്യക്തിയെ സ്ഥിരതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പരിശോധനയില്ലാതെ അല്ലെങ്കിൽ പരീക്ഷയില്ലാതെ ഒരിക്കലും സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരാൻ ആർക്കും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മൾ ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നില്ല എന്ന് ദൈവവചനം പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളർന്നു വരുന്നുണ്ടോ എന്നറിയുവാൻ വചനത്തിൻ്റെ അനുസരണത്തിനുള്ള പല പരീക്ഷകളുണ്ടാവും, ഇല്ലേ?
യോഹന്നന്റെ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് അങ്ങനെ പരീക്ഷയിൽ കൂടി കടത്തിവിടാൻ പിതാവ് അനുവദിച്ചില്ലേ? ആ പരീക്ഷയിൽ കൂടിയൊക്കെ കടത്തിവിട്ട യേശു ആത്മാവിൻ്റെ ശക്തിയോടെ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണത്. അവിടെ പരീക്ഷകൻ വന്നു, പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷയിലൊക്കെ യേശു കർത്താവ് വചനത്തിൽ കൂടി അതിനെല്ലാം ജയിച്ചു. പരീക്ഷകൻ യേശുവിനെ വിട്ടുപോയി. അവിടെ പറയുന്നത് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് സ്ഥിരത ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അവിടെ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ കർത്താവ് വളരെ കൃത്യതയോടുകൂടിയാണ് വചനം പറഞ്ഞത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്ഥിരതയുടെ ആ ലക്ഷണമാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലവിധമായിട്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യത്തിന് നടുവിൽ നമുക്ക് വചനത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് സ്ഥിരതയുടെ ലക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ, അതോ ആ സാഹചര്യത്തിൻ്റെ നടുവിൽ നമ്മൾ മനസ്സിനൊത്തവണ്ണം പാളിപ്പോകുന്നുണ്ടോ? അപ്പോൾ അവിടെ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് വചനത്തെ മുറുകെ പിടിച്ചു, സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകുന്നത് കണ്ടു. അപ്പോൾ ആ വചനത്തെ മുറുകെ പിടിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ സമ്മർദ്ദങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവാം, ഈ പറഞ്ഞ പോലെ വിശപ്പുണ്ടാവാം, ദാഹമുണ്ടാകാം, നിന്ദയുണ്ടാകാം, പരിഹാസമുണ്ടാകും. എന്നാൽ ആ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും അവിടെ സ്ഥിരതയുള്ള, ഉറപ്പുള്ള, കാരണം ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്ന ഒരു വ്യക്തി പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവൻ കർത്താവിൽ ബലപ്പെടും. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നു, അല്ലേ? വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ആ കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കു മാറാത്തവനുമാണ്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോൾ ഈ പരീക്ഷ എന്തിനുള്ളതാ? വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരാണോ? ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളെ കാണാൻ പോകുന്നത്? നിങ്ങളിൽ നിന്ന് എന്ത് വാക്കാണ് വരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? നിങ്ങളവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തോണം കാര്യങ്ങൾ ചെയ്യുമോ, അതോ നിങ്ങൾ ജഡത്തിൽ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരുന്നത്. ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലല്ലേ പറയുന്നത്, ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ആവർത്തനം 8. നമ്മൾ പലപ്പോഴും പരീക്ഷ ആർക്കും താല്പര്യമില്ല. ദൈവവചനം പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇവിടെ അവിടെ പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അപ്പൊ ഇവിടെ പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. അപ്പോൾ ഈ പരീക്ഷ ചിലപ്പോൾ നമ്മൾ താഴ്ത്തി പരീക്ഷിക്കും, ഉയർത്തി പരീക്ഷിക്കും. നമ്മളെ ചിലപ്പോൾ ഒരു നിന്നയിൽ കൂടി കടത്തിവിടും, ഇല്ലായ്മയിൽ കൂടി കടത്തിവിടും, പരിഹാസത്തിൽ കൂടി കടത്തിവിടും. അപ്പോൾ ഇവിടെ നമ്മൾ താഴ്ത്തി പരീക്ഷിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. താഴ്ത്തുന്നതിന് വേണ്ടിയാ? തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്. കേട്ടോ? അപ്പോൾ പരീക്ഷ വരുമ്പോൾ അത് നമ്മൾ താഴ്ത്തിയായിരിക്കും ചിലപ്പോൾ പരീക്ഷിക്കുക. അത് പരീക്ഷയാണെന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്യും? താഴ്ത്തി പരീക്ഷിക്കുമ്പോൾ തന്നെത്താൻ ഉയർത്തും. മനസ്സിലായോ? ദൈവമാണ് നമ്മളെ താഴ്ത്തുന്നത് മനസ്സിലാക്കി എന്ത് ചെയ്യണം? അവിടെ മിണ്ടാതിരിക്കണം, അല്ല? യേശു കർത്താവ് അതല്ല ചെയ്തത്. നിന്ദിച്ചു, പരിഹസിച്ചു, ഒറ്റപ്പെടുത്തി. അവൻ നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞ് അവനെ നിന്ദിച്ചു. പക്ഷെ അവിടെ ഒന്നും കർത്താവ് ഒന്നും ചെയ്തില്ല. കാരണം എന്താ? അത് തന്നെ താഴ്ത്തുവാനുള്ള സമയമാണെന്നും ദൈവത്തിൻ്റെ മഹത്വം ദൈവം തന്നിലൂടെ വെളിപ്പെടുത്തേണ്ട സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തുമെന്ന് കർത്താവിന് അറിയാം, അല്ലേ? നമ്മൾ ഫിലിപ്പിലെ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അത് കഴിഞ്ഞിട്ടുള്ള വാക്യം എന്ത് പറയുന്നത്? അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നത്? ദൈവമോ അവനെ എന്ത് ചെയ്തു? ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുട്ടുമടങ്ങുന്ന ആ ഒരു തലത്തിലോട്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യം തൊട്ട് വായിക്കുകയാണെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് പറയാം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. കേട്ടോ? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി
എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം കൊണ്ട് വിളങ്ങി. സ്വർഗം പറഞ്ഞല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്വർഗം പറഞ്ഞതാണ് ഈ വിളങ്ങി എന്ന് പറയുന്നത്. അതുപോലെ തന്നെത്താൻ താഴ്ത്തി. കേട്ടോ, അപ്പം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും താഴ്ത്തി പരീക്ഷിക്കുമ്പോൾ അത് ദൈവമാണ് എന്നെ താഴ്ത്തുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ സമർപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് പങ്കാളികൾക്ക് താഴ്ത്തി പരീക്ഷിക്കാൻ താല്പര്യമല്ല. കാരണം നമ്മുടെ സ്വയത്തെയാണ് അവിടെ താഴ്ത്തേണ്ടി വരുന്നത്. സ്വയത്തെ ക്രൂശിക്കണം എന്നിരുന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് തന്നെത്താൻ താഴ്ത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയണ കണ്ടോ, താഴ്ത്തി. കണ്ടോ, അത് കണ്ടോ, ക്രൂശിച്ച ഇതൊക്കെ താഴ്ത്തിപ്പം സംഭവിച്ചു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. നമ്മളെ താഴ്ത്തി പരീക്ഷിക്കുമ്പോൾ അതൊരു ക്രൂശിലെ മരണത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാക്കുക. നമ്മുടെ സ്വയത്തെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം എന്ത് ചെയ്യും? ചിലപ്പോൾ കർത്താവ് താഴ്ത്തി പരീക്ഷിക്കും. അത് ഒരു ക്രൂശിലെ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ നടത്തും. എന്നിട്ട് ഇവിടെ പറയാണ് അനുസരണമുള്ളവരായി തീർന്നു. എന്നിട്ട് 9-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. കാരണം ദൈവമാണ് ഉയർത്തിയത്, തന്നെത്താൻ ഉയർത്തുകയല്ല. വചനം പറയുന്നത് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തപ്പെടും. അവിടെ തന്നെത്താൻ താഴ്ത്തിയില്ല. എന്നൊക്കെ ആ വാക്യം നോക്കി, 8-ാമത്തെ വാക്യത്തിൽ തന്നെത്താൻ താഴ്ത്തി ദൈവം അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുമ്പോൾ നമ്മളെ ദൈവം താഴ്ത്തും. നമ്മളെ ദൈവം തന്നെത്താൻ താഴ്ത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നമ്മളെ ഉയർത്തേണ്ട കാര്യമില്ല. അവിടെ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തി. എന്നിട്ട് ദൈവം ഉയർത്തി, ഏറ്റവും ഉയർത്തി, കണ്ടോ, സകല നാമത്തിലും മേലായ നാമം നൽകി. എന്നിട്ട് 10-ാമത്തെ വാക്യം കൂടി വായിച്ചോട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ദൈവം പുത്രനെ നിർത്തിയിരിക്കുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ പുത്രനും ഉയർത്തപ്പെടേണ്ടതാകും. എന്തിനാ? അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെയും അടങ്ങും. ഇന്ന് നമ്മൾ പലരും യേശുവിനെ തള്ളിക്കളയുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാ നാവും യേശു കർത്താവ് എന്ന് പറയുന്ന ഒരു സമയം വരുന്നുണ്ട്. മനസ്സിലായോ? കാരണം ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യരായ എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നു. ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിപ്പാൻ സമയമായി. അതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്വയത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ തള്ളിക്കളയുന്ന, ലോകത്തിൻ്റെ നൈമിഷികമായ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവനീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നത്. അവൻ ന്യായവിധിക്കായി തൻ്റെ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുകയാണ് സ്വർലോകരുടെ, കണ്ടോ, സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെയും മടങ്ങും എന്ന് പറഞ്ഞാൽ, മടങ്ങും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്താത്തവരൊക്കെ താഴ്ത്തുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ വായും, ഇന്ന് യേശുവിനെ കർത്തൃത്വത്തിന് വിധേയപ്പെടാത്ത വ്യക്തികളുണ്ട്, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരുണ്ട്, യേശുവിൽ വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് എല്ലാവരും യേശുവാണ് കർത്താവെന്ന് പറയേണ്ടി വരും. അത് പറയുന്നൊരു സമയമുണ്ട്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ഒരുക്കുന്ന സമയത്ത് ദൈവം നമ്മളെ താഴ്ത്തി പരീക്ഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആവർത്തനം 8 എന്നിട്ട് പറയാം, താഴ്ത്തി പരീക്ഷിച്ചിട്ട് പറയാ, സകല കൽപ്പനകളും നിങ്ങൾ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്. അപ്പോൾ ഇതിനെ ദൈവം താഴ്ത്തുന്നത്, നമ്മൾ താഴ്ത്തി പരീക്ഷിക്കുന്ന സമയത്ത് അവിടെ ഒരു കൽപ്പനയുടെ അനുസരണത്തിൻ്റെ സമയമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ മനഃപൂർവ്വം ലംഘിക്കുകയായിരുന്നു, അല്ലേ? അവരെ മിസ്രൈമിൽ നിന്നും അവരെ വാഗ്ദത്ത കാനാൻ ദേശത്തേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്ക് ദൈവം എന്ത് ചെയ്തു? ആകാശത്ത് നിന്നും ദൂതന്മാരുടെ ഭക്ഷണമായ മന്ന പൊഴിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞായിരുന്നു, ആളൊന്നിക്ക് എന്ത് ചെയ്യാൻ 2 ഇടങ്ങഴി വെച്ച് ശേഖരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? പലരും പോയിട്ട് അധികം പെറുക്കി. അതാണ് മനുഷ്യന്റെ ആക്രാന്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദൈവവചനം പറയുന്നത് നമുക്ക് സകലത് നമ്മുടെ ജീവന ഭക്തിക്ക് ആവശ്യമായതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ. ഇതൊക്കെ പറയുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ആർത്തി അതിപ്പോഴും മാറിയിട്ടില്ല. ഇന്നും അത് മനുഷ്യന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അത് ഇത്രയും ശേഖരിക്കാൻ പാടുള്ളൂ. പക്ഷെ പലരും ചെയ്തു, കൂടുതൽ ശേഖരിച്ചെന്ന് സംഭവിച്ചു, അത് ക്രമിച്ച് നശിച്ചു പോയി. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞു, നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട,
ഒരു ദിവസം അന്നന്നത്തെ ദോഷം മതി. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. മനസ്സിലായോ? നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിന് ഒരു മുഴം കൂട്ടാൻ പറ്റുമോ? അല്ലേ? ആകാശത്തിലെ പറവകളെ നോക്കുകയും കാക്കകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എന്നാൽ എൻ്റെ സ്വർഗീയ പിതാവ് അവരെ എത്ര മനോഹരമായിട്ട് അവരെ നടത്തുന്നു. അല്ലേ? ആ പക്ഷി മൃഗാദികൾക്കൊക്കെ അതതിൻ്റെ ഭക്ഷണം അതതിൻ്റെ സമയത്ത്. ഓരോ പക്ഷിക്കും മൃഗത്തിനും വ്യത്യസ്തമായ ഭക്ഷണമാണ്. ഏതെങ്കിലും മനുഷ്യന് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതതിൻ്റെ ഭക്ഷണം അതതിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പേ അറിയുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവരെ ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചു. അപ്പോൾ ഇവിടെ നോക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഞാൻ ഓരോ വചനങ്ങളും എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ സമയങ്ങളിലും ഈ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? തോറ്റുപോവുകയാണ്. അവിടെ എല്ലാവരും പതറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയണ്ടോ, നീ എൻ്റെ സകല കൽപ്പനകൾ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. കണ്ടോ, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനെ. കണ്ടോ, എന്തോ കൃത്യതയോടുകൂടി മനുഷ്യ അപ്പം കൊണ്ട് മാത്രം. ഇതാണ് യേശു കർത്താവ്. ഇവിടെ മനുഷ്യൻ തോറ്റുപോയി, ഇല്ലേ? ഇസ്രായേൽ മക്കൾ തോറ്റുപോയെടുത്ത് എന്ത് ചെയ്തു? യേശു കർത്താവ് അവിടെ വിജയിച്ചു, ഇല്ലേ? വിജയിച്ചോ? യേശു വിജയിച്ചോ? അതെവിടെ സംഭവിച്ചത്? ഈ തോറ്റുപോയ സംഭവം അവിടെ നിന്ന് പിതാവ് നിർത്തിയില്ല. അവിടെ ജയാളിയാകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആരാ അവിടെ ജയാളി ആയതാരാ? പുത്രൻ ജയാളിയായി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം നിർത്തേ. ലൂക്കോസ് സുവിശേഷം 4-ലും മത്തായി 4-ലൊക്കെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 4-1 വായിച്ചോട്ടെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടോ? അവിടെയും പരീക്ഷ, ഇവിടെയും പരീക്ഷ. പരീക്ഷയുടെ പേപ്പർ കൊണ്ടുവരുന്ന പിശാചാണ്. വായിച്ചോട്ടെ. പരീക്ഷ കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ ആകെങ്കിൽ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, അതാണ് സാഹചര്യം. കേട്ടോ, കൽപ്പിക്കുക. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ഈ സാഹചര്യം അറിഞ്ഞുകൂടെ? നീ ഇവിടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? നിനക്ക് ബുദ്ധിയില്ലേ? നിനക്ക് ശക്തിയില്ലേ? നീ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സ്വയത്തിൽ ആശ്രയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. വായിച്ചോട്ടെ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം. എവിടെ എഴുതി? കേട്ടോ, ഇവിടെ തോറ്റുപോയില്ലായിരുന്നോ? കേട്ടോ, നമ്മൾ തിരിച്ച് ഡ്യൂട്രോണമി ആവർത്തന പുസ്തകത്തിലേക്ക് വരണം. അവിടെ പറയാണ് 3-ാമത്തെ വാക്യം, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടല്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. കണ്ടോ, ഈ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പുത്രൻ പറഞ്ഞ് നിവർത്തിച്ചത്. കണ്ടോ, മനസ്സിലായോ? അപ്പം അവിടെയൊക്കെ അവർക്ക് പാളിച്ചകൾ പറ്റി, അവരൊക്കെ പട്ടുപോയി, വീണുപോയി. പക്ഷേ ഒരു വ്യക്തി ജയാളിയായി തീരണം. ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി, ഏകൻ്റെ അനുസരണത്താൽ മാത്രമേ എല്ലാവരും നീതിമാന്മാരായി തീരത്തുള്ളൂ. അവിടെ എല്ലാവരെയും നീതീകരിക്കുവാൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പരീക്ഷിച്ചപ്പോൾ പിതാവ് പറഞ്ഞ കാര്യത്തെ കൃത്യതയോടുകൂടി പുത്രൻ നിവർത്തിക്കുന്നത് കാണും. ഇതാണ് ഈ പറഞ്ഞത്. ഇതാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ താഴ്ത്തി പരീക്ഷിക്കുമ്പോൾ, സാഹചര്യങ്ങളുടെ നടുവിലൊക്കെ നമ്മളെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വചനത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയിലാണ് എന്തുണ്ടാകുന്നത്? സ്ഥിരത ഉണ്ടാകുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ പലപ്പോഴും സാരമില്ല, കുഴപ്പമില്ല, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ, വചനത്തെ തള്ളിക്കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ഥിരതയില്ലാത്ത വ്യക്തിത്വങ്ങളാണ്. സ്ഥിരതയില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തള്ളപ്പെട്ടു പോകും. പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇത് അണ്ടർലൈൻ ഇടണം. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ
വിവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താ അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. മനസ്സിലായോ? ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനത്തിനോ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരത്തില്ല. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വശംവദരായി സ്ഥിരത വിട്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എന്ത് വിഷയങ്ങൾ വന്നാലും അവിടെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ആ വചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന ഒരു സമയം, അവിടെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പലർക്കും പാളിച്ചകൾ വരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുണ്ടെങ്കിൽ, സന്തോഷം എന്നുണ്ടായി പരീക്ഷ വരുമ്പോൾ എത്ര പേർക്ക് സന്തോഷിക്കാൻ പറ്റും? പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുമോ? അതെന്തോ പറഞ്ഞതിന് അർത്ഥം അത് ആത്മാവിലുള്ളൊരു സന്തോഷമാണ്. യേശു എന്താ പറയുന്നുണ്ട്? അവൻ ആത്മാവിൽ സന്തോഷിച്ചു പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ വചനവും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അത് കാരണം ഒരു വചനത്തിൻ്റെ അനുസരണം ഒരു വ്യക്തിയിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവം നമ്മളോട് വ്യക്തിയുമായി ഇടപെടുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാൽ നമുക്ക് മനസ്സിലാകും എന്ത്? ഇവിടെ ഈ വചനം എന്നിൽ ക്രിയ ചെയ്ത് ആ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ജീവൻ പ്രാപിച്ച്, ജീവന്റെ സമൃദ്ധി പ്രാപിച്ച് ക്രിസ്തുവിൽ വളരാനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് കർത്താവ് എനിക്ക് അനുവദിച്ചു തരുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതല്ലാത്തവർക്ക് അവിടെ സങ്കടവും ദുരിതവും കരച്ചിലും ബഹളങ്ങളും ഒക്കെ വരും, അല്ലേ? അയ്യോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും പരിതപിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്, കർത്താവ് ആരും ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നില്ല. ഏറുമങ്ക ആളുകൾ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടിട്ടാണ്. മോഹങ്ങൾ കൊണ്ട് വശീകരിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളെ വഴി നടത്തുന്ന കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് എന്തെങ്കിലും മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ടാണോ പരീക്ഷയിലാകപ്പെട്ടത്? അല്ലല്ല. അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ആഗ്രഹത്തിൽ തന്നെ സമർപ്പിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറാനായിട്ട് ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ അവിടെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലാണ് പരീക്ഷ വന്നത്. അവിടെ അതെല്ലാം കൃത്യതയോടുകൂടെ ചെയ്ത് നമുക്ക് കാണാൻ. 4-ാം വാക്യം യാക്കോബിന്റെ ലേഖനം 1:4 കൂടി വായിച്ചട്ടെ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു വ്യക്തി പരീക്ഷയിൽ അകപ്പെടുമ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിച്ച് അത് വിശ്വാസത്തിന്റെ പരിശോധനയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് വചനത്തിന്റെ അനുസരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് കണ്ടോ? അവർ തികഞ്ഞവരാകും. ആ വ്യക്തി തികഞ്ഞവനാകും, അവൻ സമ്പൂർണതയുള്ളവരാകും. കണ്ടോ? ഉടനെ പറയും എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ട് ആ പക്വതയിലേക്ക് വളർന്നു വരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരും. അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ബന്ധങ്ങളും കുടുംബജീവിതവും ശുശ്രൂഷയും യാത്രകളും എല്ലാം ദൈവരാജ്യത്തിനും ദൈവനീതിക്കൊത്തവണ്ണമാണ്. അതാണ് ഈ ഒന്നിലും കുറവില്ല എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വിരോധി നമ്മളെക്കുറിച്ച് ഒരു തിന്മയും കളവായി പറയാൻ ഇട കിട്ടാത്ത ഒരു ജീവിതത്തിലേക്കാണ് ദൈവം ആ വ്യക്തികളെ ഒരുക്കി കൊണ്ടുവരുന്നത്. ദൈവം പറഞ്ഞതിനർത്ഥം അതാണ് ഒന്നിനും കുറവില്ലാത്ത എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? വിരോധി എപ്പോഴും എന്ത് ചെയ്യും? എന്തെങ്കിലും ഇത് കുറ്റം പറയാനുള്ള സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ കാര്യങ്ങളെ കയറി കാണാനായിട്ട് പറ്റും. ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കയറി കാണാൻ പറ്റും. അങ്ങനെ കയറി കാണുമ്പോൾ എന്ത് സംഭവിക്കും? ആ വ്യക്തി ഒന്നിനും കുറവില്ലാത്ത വ്യക്തികളായി തീരും. ആ വ്യക്തി തികഞ്ഞവനാകും, സമ്പൂർണനാകും, ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ള വ്യക്തികളായി തീരും. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമ്പോൾ ഇത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യമല്ല. ദൈവം തൻ്റെ ഓരോ മക്കളെയും കുറിച്ച് ഈ ഒരു അനുഭവത്തിൽ അവരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അല്ല ഒരാളെ കുറിച്ചോ രണ്ടാളെ കുറിച്ചോ അല്ല, എല്ലാവരും തൻ്റെ മക്കളെല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരണം. അത് ദൈവമാണ് അത് ആക്കിയെടുക്കും നമ്മളെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളെ സഹായിക്കുന്നത്. ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപയാണ് അതിനായി നമ്മളെ ശക്തീകരിക്കുന്നത്. അപ്പോൾ ഓർമ്മ പറയാം, എന്നാൽ നിങ്ങൾ തികഞ്ഞവരും, എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും, കണ്ടോ, സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ
പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ സ്ഥിരതയ്ക്ക് തികഞ്ഞൊരു പ്രവൃത്തി ഇല്ലെങ്കിൽ ഈ പറയുന്ന അളവിലേക്ക് കയറി വരത്തില്ല. പക്വത ഉണ്ടാവില്ല എന്ന് ഈ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? പക്വതയുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടുള്ള ദൈവവചനം പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങളോട് ദൈവവചനത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ എത്രയും നിങ്ങൾക്ക് ആവശ്യം. പാൽ കുടിക്കുന്നവനൊക്കെ നീതിയുടെ വചനം സംബന്ധിച്ച് ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം തഴക്കത്താൽ അഭ്യസനം പ്രാപിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. ആ പ്രായം തികയാനായിട്ടാണ് പരീക്ഷ. മനസ്സിലായോ? അപ്പം ഈ ഒരു അനുഭവത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്ത ആരും പക്വതയിലേക്ക് വരത്തില്ല. അവർക്ക് ആർക്കും കട്ടിയായുള്ള വചനം കേൾക്കാൻ താല്പര്യമില്ല. അവരുടെ ആഗ്രഹം എപ്പോഴും അനുഗ്രഹിക്കണം, വിടുവിക്കണം, കള്ളപ്രവചനങ്ങൾ കേൾക്കണം, വാലല തലയാക്കുന്നുള്ളത് കേൾക്കണം. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് മാത്രം ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതും നിത്യമായതും തേജസ്സേറിയ കാര്യങ്ങളെ കേൾക്കണം. അതിലേക്കാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ആഗ്രഹത്തോടുകൂടി നയിക്കപ്പെടുന്ന വ്യക്തികൾ വചനത്തെ മുറുകെ പിടിക്കുന്ന സമയത്ത് പരീക്ഷ ഉണ്ടാകും. ആ പരീക്ഷ ഒരിക്കലും നമ്മളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല, സ്ഥിരതയുള്ള വ്യക്തിത്വങ്ങളാകുവാൻ, ഉറപ്പുള്ളവരാകുവാൻ, കുലുങ്ങാത്തവരാകുവാൻ, ആഴത്തിൽ വേരൂന്നുന്ന വ്യക്തികളായി തീരുവാൻ. അല്ലേ? ഇതാ പറഞ്ഞല്ലോ, ഈ സ്ഥിരതയുള്ള വ്യക്തികൾ ആഴത്തിൽ വേരൂന്നുന്ന വ്യക്തികളാകും. അല്ലെ? രണ്ട് വ്യക്തികളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവനും തള്ളിക്കളയുന്നവനും. അല്ലെ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലല്ലത്. അവിടെ പറയുന്നുണ്ടല്ലോ, എൻ്റെ വചനങ്ങൾ കേട്ട് ആഴത്തിൽ കുഴിച്ച് പണിയുന്ന ഒരു കൂട്ടര്, വേറെ കൂട്ടർ എന്ത് ചെയ്തു? അതിന്റെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ച്. മത്തായിയുടെ സുവിശേഷം 8:24 തൊട്ട്. അല്ല, 7:24. 8 7-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 7:24 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവിടെ ഞാൻ പറഞ്ഞേക്കട്ടെ. ഇവിടെ പറയാം, ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ശ്രദ്ധിക്കണം, വചനങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, നമ്മുടെ ചെവിയെല്ലാം കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷെ കേട്ട് എന്ത് ചെയ്യണം? കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, കേട്ട് ചെയ്യണം. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, കേട്ടത് അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ലെന്ന്. എന്നിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, അന്ത്യകാലത്തെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശനായിട്ട് എഴുതിയിരിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ കേട്ട് അനുസരിക്കണം, തള്ളിക്കളയരുത്. അപ്പൊ ഇവിടെ പറയാണ് കേട്ടോ, ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്നിട്ട് വായിച്ചേട്ടെ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. നോക്കിയേ, കണ്ടോ? ഇതാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ കേട്ടത്. വന്മഴ ചൊരിഞ്ഞു, കണ്ടോ? വിശ്വാസത്തിന്റെ പരിശോധന. നദികൾ പൊങ്ങി, വിശ്വാസത്തിന്റെ പരിശോധന. കാറ്റടിച്ചു, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ പലവിധമായ വിഷയങ്ങളൊക്കെ വരികയാണ്. ഇവിടെയൊക്കെ ഇതിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പേടിക്കും, എല്ലാവരും ഭയപ്പെടും, പെട്ടെന്ന് പേടിക്കും. അല്ലേ? നമ്മൾ യേശു കർത്താവ് ശിഷ്യന്മാർ പോയിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കടൽ ശോഭിച്ചു, കാറ്റടിച്ചു. യേശു അമരത്ത് തലവെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, യേശുവിനെ ഉണർത്തിയിട്ട് പറഞ്ഞ്, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എന്ത് ചെയ്തു? അവൻ കാറ്റിനെ ശാസിച്ചു, കടല് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റടങ്ങി, കടലെന്ത് ചെയ്തു? ശാന്തമായി. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, പലവിധമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ ഇവിടെ വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിൽ മേലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകെ വീട്. എന്ത് ഈ പാറമേൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി സ്ഥിരതയുള്ള ഒരു വ്യക്തിയായി മാറി എന്ന് പറഞ്ഞതിനർത്ഥം, ആ വ്യക്തിയുടെ ഹൃദയം വചനത്തിന്റെ ഉറപ്പിൽ, വചനത്തിന്റെ അനുസരണത്തിൽ, വചനത്തിന്റെ ജീവനിൽ ആ വ്യക്തി ആയിത്തീർന്നു. അതുകൊണ്ട് സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഒന്നും ആ വ്യക്തി അലട്ടുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം. എന്നിട്ട് അടുത്ത 26-ാം വാക്യം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അടുത്ത കൂട്ടർ പറയാണ്, എന്റെ വചനങ്ങളെ കേട്ടു, പക്ഷെ എന്ത് ചെയ്തില്ല. കേട്ടു, കേൾക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, കേട്ടു പക്ഷെ അനുസരിച്ചില്ല. കേട്ടു ചെയ്യുന്നവൻ
കേട്ട് ചെയ്യാത്തവനെ കുറിച്ച് പറയാം, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. എന്ത് ഈ മണലിന്മേൽ വീട് പാറമേൽ വീട് പണിതെങ്കിൽ വീടൊക്കെ പണിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പാറമേൽ വീട് പണിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആഴത്തിൽ കുഴിക്കണം. മനസ്സിലായോ? ആഴത്തിൽ കുഴിച്ചെങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. നമ്മൾ കണ്ടില്ലേ ചില കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഈ ഫൈലിങ് ചെയ്യും അല്ലേ? ഈ വലിയ ഫയലിംഗ് കൊണ്ടുവന്ന് ഇങ്ങനെ തുറന്ന് കുറേ ദിവസങ്ങളൊക്കെ ചില തുറക്കുന്നതാണ്. എന്താ കാരണം? അത് ചെന്ന് പാറമേ ഇടിച്ച് നിൽക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ കെട്ടിടത്തിനെ അത് താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ. ഇനി ഇത് മുഴുവൻ എത്രയോ ലക്ഷങ്ങളാണ് മുടക്കുന്നത് ഈ ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് വല്ലതും കാണുന്നുണ്ടോ? പുറത്തേക്ക് കാണത്തില്ല, ഒന്നും കാണത്തില്ല. എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഇത്രയും പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഈ വചനമൊക്കെ അനുസരിച്ച് ഇത്ര വിശുദ്ധിയും ഇത്ര അനുസരണവും ഇത്ര ദിവ്യ സ്വഭാവവും ഈ സ്ഥിരതയും ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പറ്റുന്നതൊക്കെ അനുസരിച്ച് അങ്ങ് നമുക്ക് പോവാം അല്ലേ? ആഴത്തിൽ കുടിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? മണലിൽ വീട് പണിതെന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ എന്ത് സംഭവിച്ചു? മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. 27-ാം വാക്യം, വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. എന്ന് പറഞ്ഞാൽ ഏനിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരാനായിട്ട് ആ കൂട്ടർക്ക് പറ്റത്തില്ല എന്നേ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? ഇതൊന്നും നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. ഇതറിയണമെങ്കിൽ 23-ാമത് ഇങ്ങനെ ഈ ആരാണ് ഈ മണലിൽ വീട് പണിതെന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ 22-ും 23-ഉം വാക്യം വായിച്ചാൽ മതി. 22-23 വാക്യങ്ങൾ. ആരാണ് ഈ കൂട്ടർ? ഇവരുടെ കൂടെ പോകുന്നവരാരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ നാളുകളിൽ ഇങ്ങനെയുള്ള കൂട്ടരുടെ കൂടെയാണ് ആളുകൾ കൂടുന്നത്. വായിച്ചട്ടെ 22-23. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അപ്പൊ ഇവര് പറയാണ്, ഞങ്ങൾ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിച്ചല്ലോ. അച്ചട്ടായിരുന്നു ബ്രദറെ, ഭയങ്കര കറക്റ്റായിട്ടല്ലോ പറഞ്ഞത്. പ്രവചിച്ചല്ലോ, ഇല്ലെന്ന് പറഞ്ഞില്ല, പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഭൂതങ്ങളൊക്കെ പോയി ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നല്ലോ. വീര്യപ്രവൃത്തികൾ ഞങ്ങൾ പ്രവർത്തിച്ചല്ലോ എന്ന് പലരും അന്നാളിൽ പറയും. 23-ാമത്തെ വാക്യം, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്താ കാരണം? സ്ഥിരതയുള്ള വചനത്തിന്റെ അനുസരണത്തിൽ കൂടി പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് മനസ്സ് പുതുക്കി എൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. കേട്ടോ, അന്ന് ഞാൻ അവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല അടുത്ത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. കേട്ടോ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂടെ പോകാനല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട് അതിൻ്റെ പിന്നാലെ പോകാനല്ല. കർത്താവ് പറഞ്ഞല്ലോ, ഇതാ യേശു അവിടെ, ഇതാ ഇവിടെ എന്നൊക്കെ പറയും. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, അതൊന്നും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിപ്പോകരുത്. കാരണം ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് പറഞ്ഞാൽ ഈ ആഴത്തിൽ കുഴിക്കാതെ വചനം അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പറയാതെ അനുഗ്രഹിക്കുമെന്നും വിടുവിക്കുമെന്നും ഭയങ്കര പ്രവചനം എന്നൊക്കെ പറയുന്ന അനേകർ കാണും. അവിടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന, ഫ്ലഷിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് കഴുക്കൽ കൂടും. ശവത്തിൻ്റെ അടുക്കൽ കഴുക്കൽ കൂടുന്ന പോലെ ആളുകളൊക്കെ കൂടും. പക്ഷേ ഈ ദൈവവചനത്തെ കൃത്യതയോടുകൂടെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാന്ന കർത്താവ് പറഞ്ഞത്. ആളുകൾ കൂടുന്നതിലല്ല, വചനം അനുസരിച്ച് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ക്വാളിറ്റി ഉള്ളൊരു കൂട്ടം വേണം. അത് ഈ ലോകത്തെല്ലാം ഒരുങ്ങുന്നുണ്ട്, അത് പുറമെ വെളിപ്പെട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയാണ്, നിങ്ങൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വചനം അനുസരിക്കുന്ന കൂട്ടത്തിലാണോ, അതോ ഈ നമ്മുടെ സൗകര്യത്തിന് ഈ പറയുന്ന പോലുള്ള അനുഗ്രഹങ്ങളും നന്മകളും മാത്രം ചിന്തിച്ചുകൊണ്ട് നയിക്കപ്പെടുന്ന കൂട്ടമാണോ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാഹചര്യങ്ങൾ വരുമ്പോൾ, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നും അതിന് ജയിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നദികൾ പൊങ്ങി കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അതിന് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. കേട്ടോ, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശ്വാസത്തിൻ്റെ സ്ഥിരതയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ തീരണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അല്ലേ? ഈ ആഴത്തിൽ കുഴിച്ച് പണിയുമ്പോൾ പലരും പറയും, എന്ത് കുറേ നാളായല്ലോ പണിയണേ,
നോഹ 120 വർഷം എടുത്തിട്ട് പെട്ടകം പണിത്. എല്ലാവരും എന്ത് ചെയ്തു? നോഹയെ കളിയാക്കിയില്ലേ? കളിയാക്കി. 120 വർഷമായി, ആരുമില്ല. 120 വർഷമായിട്ട് പെട്ടകം പണിതുകൊണ്ടിരിക്കുക, മഴ പെയ്യുമത്രേ. അപ്പോൾ ഇന്ന് ദൈവവചനത്തെ കൃത്യതയോടുകൂടെ പഠിപ്പിക്കുന്ന വ്യക്തികളെല്ലാം നേരിടുന്നൊരു വിഷയമാണ്. ഇത്ര കൃത്യതയോടുകൂടി വചനം പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും പറയണം. നീ എൻ്റെ വചനത്തിനോടൊന്നും കൂട്ടരുത്, നീ എൻ്റെ വചനത്തിൽ നിന്നൊന്നും കുറയ്ക്കരുത് എന്ന് വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യതയോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്തു. ആ പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ അവര് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെടാതെ രക്ഷ പ്രാപിച്ചെങ്കിൽ ഈ നാളുകളിലും കൃപയാൽ ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി കൃത്യതയോടുകൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് ആ വചനം അനുസരിപ്പാൻ കൃപ നൽകണമേ. ഈ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ മനസ്സ് പുതുക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്നുള്ളൊരു ആഗ്രഹമായിരിക്കണം ഹൃദയത്തിലുണ്ടാകേണ്ടത്. കാരണം ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്, ഉൾപ്പൂകളെയാണ്, അന്തരേന്ദ്രിയങ്ങളെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യും? നമ്മൾ തൃപ്തിപ്പെടുത്തും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയാണ്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇവിടെ പറയാണ് കേട്ടോ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. അപ്പൊ നമ്മൾ ഒരു ദിവസം പ്രവർത്തിച്ചു, 2 ദിവസം പ്രവർത്തിച്ചു, 3 ദിവസം പ്രവർത്തിച്ചു. നമ്മളുടെ സ്വയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 4-ാമത്തെ ദിവസം വീഴും. മനസ്സിലായോ? മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് നമ്മൾ മനസ്സ് പുതുക്കി പഴയ ജഡിക സ്വഭാവത്തെ ക്രൂശിച്ച് മരിപ്പിക്കുകയാണെങ്കിൽ ആ മരിച്ച സ്വഭാവം പിന്നെ എന്ത് ചെയ്തില്ല? പിന്നെ വെളിപ്പെട്ട് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കണ്ടോ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സ്ഥിരതയുള്ള ഒരു പ്രവൃത്തിയുടെ ഉടമയായിട്ട് നമ്മൾ മാറും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവസാനത്തോളം സ്നേഹിച്ച ഒരു സ്നേഹം, കർത്താവിനൊന്നുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തി. നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും കർത്താവിനൊന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. മനസ്സിലായോ? മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കുറവുകളോടെ സ്നേഹിക്കുന്ന ഒരു പ്രവൃത്തി, താഴ്മയുള്ള വ്യക്തിത്വത്തിന് ഉടമയായി മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുന്നൊരു പ്രവൃത്തി. ഇത് ഒരു ദിവസം 2 ദിവസം ഉണ്ടായാൽ മതിയോ? പോരാ. അപ്പോൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആദാമി പാപപ്രകൃതമുള്ള മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുത്ത് പത്രോസ് വന്ന് ചോദിച്ചു, പത്രോസ്, യേശുവെ ഞങ്ങൾ സഹോദരൻ എന്നോട് ക്ഷമിച്ച എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 വട്ടമൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ യേശു കർത്താവ് എന്ന് പറഞ്ഞേ 7 ഒന്നുമല്ല പത്രോസ്, 70 വട്ടം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ ആ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചൊരു മനസ്സില്ലേ, ആ മനസ്സിന് നീ എന്ത് ചെയ്യണം? മാറ്റണം. മനസ്സിലായോ? അതിനെ ക്രൂശിച്ച് നീക്കിക്കളഞ്ഞിട്ട് 70 വട്ടം ക്ഷമിക്കത്തക്ക രീതിയിലുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായി നമ്മൾ മാറണം. ഇതായി പറഞ്ഞതിനർത്ഥം. അതാണ് ഈ സ്ഥിരതയ്ക്ക് കണ്ടോ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. അതെവിടേക്ക് കൊണ്ടുപോകും നമ്മളെ? അത് തേജസ്, മാനം, അക്ഷയതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കണ്ടോ, ദൈവ തേജസ്സിലേക്കാണ് ഈ സ്ഥിരത കൊണ്ടുപോകുന്നത്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന തേജസ്സിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ദൈവസന്നിധിയിൽ പ്രതിഫലം കിട്ടുന്ന ഒരു മാനമുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അക്ഷയതയിലേക്കാണ്. കണ്ടോ, ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന തേജസ്സിലേക്കാണ് ഈ സ്ഥിരതയുള്ള ജീവിതം നമ്മളെ കൊണ്ടുപോകും. വല്ല മനസ്സിലായി പറയുന്നത്? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഈ തേജസ്സും ഈ അക്ഷയതയും ഈ മാനവും എനിക്ക് ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്ഥിരതയ്ക്ക് വേണ്ടുന്ന നല്ല പ്രവൃത്തി, സ്ഥിരതയോടെയുള്ള ഒരു പ്രവൃത്തി, അത് വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, ഇടപെടലുകളിൽ, ബന്ധങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃബന്ധത്തിൽ, സഹോദര ബന്ധത്തിൽ, ജോലി എല്ലാ മേഖലകളിലും എന്ത് വേണം? സ്ഥിരതയ്ക്ക്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരതയുണ്ടാകണം. മനസ്സിലായോ? ഇവിടെ പറയാം, അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും കിട്ടും. ഇനി ഷാഠ്യം പൂണ്ട് ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നത്? ഷാഠ്യപ്പിന് ഈ പറയുന്ന പോലെയൊക്കെ ആരെ കൊണ്ട് പറ്റാനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് സൗകര്യമുള്ള തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ ലോകത്തൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണമെന്നേ. ഈ ലോകത്ത് നമ്മൾ എന്തിനാ ദൈവം ആക്കിയിരിക്കുന്നത്? നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ചിന്ത. അതാണ് ഷാഠ്യം പൂണ്ട്, സത്യം അനുസരിക്കാതെ. എന്താ സത്യം അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ? സത്യം നമ്മൾ എന്ത് ചെയ്യും? ദൈവവചനത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ വചനം എന്താണ്? സത്യവചനമാണ്. ആ സത്യവചനം എന്ത് ചെയ്യും? നമ്മളെ ഒരു വ്യക്തിയെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സത്യവചനം എന്തിലേക്ക് നയിക്കും?
സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം. അപ്പോൾ സത്യവചനത്തെ അനുസരിക്കുന്ന, ശാഠ്യമില്ലാതെ താഴ്മയുള്ള സമർപ്പണമുള്ള ഒരു വ്യക്തിയെ സത്യവചനം എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കും. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ. അപ്പോൾ ശാഠ്യം ഒരു വ്യക്തിയെ സത്യത്തിൻ്റെ അനുസരണത്തിലേക്ക് നയിക്കത്തില്ല. എന്നാൽ നമുക്ക് വേണ്ടത് സത്യത്തിൻ്റെ അനുസരണമാണ്. അനീതി അനുസരിക്കുന്നവർക്ക്, എന്നാൽ സത്യവചനം നമ്മളെ ദൈവ നീതിയുടെ ബോധ്യത്തിലേക്ക് നടത്തും. കണ്ടോ, ഇതിൻ്റെ നേരെ വിപരീതം ഇവിടെ പറയുന്നത് നോക്കിയാൽ കണ്ടോ. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. കണ്ടോ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? സത്യം അനുസരിക്കണം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നിന്റെ വചനം സത്യമാണ്. ആ സത്യവചനത്തിൻ്റെ അനുസരണം നമ്മളെ എവിടേക്ക് നയിക്കും? ദൈവനീതിയുടെ ബോധ്യത്തിലേക്ക് നയിക്കും. മനസ്സിലായോ? നീതിയുടെ ബോധ്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവമായിട്ടുള്ള സമാധാന ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമകളായിട്ട് നമ്മളെ മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത വേണം. ഈ റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. 15-4 ഇവിടെ പറയണം, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ പിന്നെയും പറയാണ്. കണ്ടോ, എന്ത് കൃത്യതയോടുകൂടി പറയുന്നത്. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്, അല്ലേ? 32:8 എന്ന് പറയും, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടെന്ന് വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എന്തിനു വേണ്ടിയിട്ട് ഉപദേശം? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത. കണ്ടോ, സ്ഥിരതയുള്ള വ്യക്തിത്വങ്ങളുമായി. ആ സ്ഥിരത നമ്മൾ എവിടേക്ക് കൊണ്ടുപോകുന്നത്? ഭയത്തിലേക്കും ഭീതിയിലേക്കല്ല, ആശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയാണ്, സ്ഥിരതയും ആശ്വാസവും നൽകുന്നത്. 15-ന്റെ 6-ാം വാക്യം, 15-ന്റെ 6 അവിടെ പറയാണ്, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. കേട്ടോ, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിനെ അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകട്ടെ. കേട്ടോ, സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം ചെയ്യും ക്രിസ്തുവേശുവിനെ നമ്മളെ അനുരൂപമായി, കേട്ടോ, നമ്മളിലുള്ള എല്ലാ വിരൂപതകളും മാറ്റി സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കിയെടുക്കും. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമായി നമ്മൾ വളർന്നു വരണമെന്നുള്ളത്. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3:17. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം. അവിടെ പറയുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. കണ്ടോ, ഇവിടെ പറയാണ്, ഈ സ്ഥിരത എന്ന് പറയുന്നത് 1 ദിവസവും 2 ദിവസവും അല്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക. ദൈവം നമുക്ക് ഇതെല്ലാം വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരികയാണ്. എന്നാൽ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി. അപ്പോൾ ഇതൊരു കുടുക്ക് പോലെ ഈ സ്ഥിരതയിൽ നിന്ന് നമ്മൾ വലിച്ചു കൊണ്ടുപോകാൻ പലവിധമായ തന്ത്രങ്ങൾ സാത്താൻ പ്രയോഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ഏതെങ്കിലും കുടുക്ക് പെട്ടിട്ടുണ്ടോ നോക്കണം. കുടുക്ക് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദൈവവചന വിരുദ്ധമായിട്ടുള്ള കേൾവികൾ, മറ്റു സുവിശേഷങ്ങൾ, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ നന്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുക്കാണ്. അത് പെട്ടുകഴിഞ്ഞാൽ അത് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഇവിടെ പറയാണ്, അധർമ്മികളുടെ, കണ്ടോ, അവർ അധർമ്മത്തിൽ ജീവിക്കുന്നവരാണ്, അവർ വഞ്ചിക്കുന്നവരാണ്, അത് അവർ കുടുക്കാണ് ഇടുന്നത്. അത് അങ്ങനെ കുടുക്ക് പെട്ട് കഴിഞ്ഞാൽ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവം നമ്മൾ ഓരോ ദിവസവും സ്ഥിരതയോടെ പോകാനായിട്ടാണ്, കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കണം. കർത്താവ് വരുന്നത് വരെ, കർത്താവ് മധ്യാഴ്ചയിൽ വെളിപ്പെട്ട് കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്നവരെ നമ്മൾ ആ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് പറയാ, കൃപയിലും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ, അവനെപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. യൂദായുടെ ലേഖനത്തിൽ വാക്ക് പറയുന്നുണ്ട്, വീഴാതെ നമ്മൾ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരതയുള്ള വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടോ? ഏതെങ്കിലും വചനത്തിൻ്റെ ജീവൻ എന്നിൽ തുടർമാനമായി വെളിപ്പെട്ട് വരുന്നുണ്ടോ? അത് അറിയണമെങ്കിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നോക്കുക. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ,
പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പം ഇതൊക്കെയാണ് നമ്മളിൽ നിന്നും വെളിപ്പെട്ട് വരേണ്ടത്. ഇതിൽ വല്ല സ്ഥിരതയുണ്ടോ? സ്നേഹത്തിൽ സ്ഥിരതയുണ്ടോ? സന്തോഷത്തിൽ സ്ഥിരതയുണ്ടോ? സമാധാനത്തിൽ സ്ഥിരതയുണ്ടോ? ദീർഘക്ഷമയിൽ സ്ഥിരതയുണ്ടോ? മനസ്സിലായി? ഇങ്ങനെ ഓരോ കാര്യത്തിൽ സ്ഥിരതയുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് നോക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ സ്ഥിരതയുള്ള വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കും. സമർപ്പണം എന്ന് പറയുന്ന ഓരോ ദിവസവും വേണ്ടതാണ്, ഓരോ വചന കേൾവിയിലും വേണ്ടതാണ്. കാരണം നമ്മൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിച്ചുകൊണ്ട് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കത്തക്ക രീതിയിൽ നമ്മളെ ഒരുക്കിയെടുക്കും. നമ്മളെ കർത്താവിൻ്റെ വരവെങ്കിൽ ആ പുത്രനായ യേശുവിനെ പോലെ നമ്മളെ തേജസ്സിലേക്ക് നമ്മളെടുത്ത് കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവിനോട് കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി നമ്മൾ ഒരുക്കിയെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, സ്ഥിരതയ്ക്ക് യോഗ്യമായ പ്രവൃത്തികൾ ഇല്ലാതെ വണ്ണം എന്തെങ്കിലും ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണമായിട്ട് ദൈവം ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ആത്മാവും പ്രാണനും ദേഹത്തെ ശുദ്ധീകരിക്കണം. അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, പാപങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, കൊടുക്കലും വാങ്ങലും എന്ന കുറവുകളുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണം. അങ്ങനെ വരവിന്നാണ് ഞങ്ങൾ എടുത്തുവിടാൻ തടസ്സമായി നിൽക്കുന്ന കുറവുകളൊക്കെ കർത്താവ് ഞങ്ങൾ ഏറ്റുപറയുന്നു. മറച്ചു വയ്ക്കുന്നില്ല കർത്താവെ. അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവെ കരുണ ലഭിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഞങ്ങൾ എല്ലാവരെയും മാറ്റണം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്ഥിരതയുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന നിത്യ തേജസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാരെല്ലാവരും അഭിഷേകം ചെയ്യണം. വചനത്തിനോട് വലിയ ദാഹത്താൽ നിറയ്ക്കണം. കേട്ട വചനങ്ങളൊന്നും നഷ്ടമായി പോകരുത്. ഓരോ വചനത്തിൻ്റെ മേലും പരിശുദ്ധാത്മാ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.